നമസ്കാരം. BJPക്കും RSSനും തമ്മിൽ ആശയപരമായ ഭിന്നത ഉണ്ടോ? ഇരുമെയ്യാണെങ്കിലും നമ്മളൊന്നെന്ന് ഇക്കൂട്ടരെ പറ്റി ആർക്കും തറപ്പിച്ച് പറയാൻ കഴിയും. പൊതുവ്യക്തി നിയമം, അയോധ്യ ക്ഷേത്ര നിർമ്മാണം, ആർട്ടിക്കിൾ 376 റദ്ദാക്കൽ, മുത്തലാഖ് ഭേദഗതി നിയമം, പൗരത്വ ഭേദഗതി നിയമം തുടങ്ങിയവയെല്ലാം ഇരു സംഘങ്ങളുടെയും പ്രഖ്യാപിത പരിപാടികളുമാണ്. RSS സഹായം ആവശ്യമായ കാലഘട്ടം മാറിയെന്നും BJP സ്വന്തം നിലയിലാണിപ്പോൾ കാര്യങ്ങൾ നടത്തുന്നതെന്നും ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞിരുന്നു. അതാണിപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. RSS ആഗ്രഹിക്കുന്ന ഒരു കാര്യം, RSSൻ്റെ കീഴിൽ വരുന്ന സംഘടനകളെല്ലാം തന്നെ അവരുടേതായ കാലിൽ നിൽക്കാൻ പ്രാപ്തരായിരിക്കണം എന്നുള്ളതാണ്. BJPയെ അങ്ങനെ പ്രാപ്തരാക്കിയത് തന്നെ RSS ആണ്. RSSൽ നിന്ന് രൂപം കൊണ്ടുവന്ന ഈ പ്രസ്ഥാനത്തെ അത്തരത്തിൽ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ RSS അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. എത്രത്തോളം സംഘടനകളുണ്ട്? ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ BMS ട്രേഡ് യൂണിയൻ രംഗത്തിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒന്നാണ്. KSRTCയിലെ CI2വിൻ്റെ മേധാവിത്വം ഒക്കെ തന്നെ തകർത്തെറിയാനായിട്ട് BMSന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തൊഴിലാളി സംഘടനകൾ വളരെ ശക്തമായിട്ട് തന്നെ BMSലേക്ക് ചേക്കേറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിനകത്ത് RSSന് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. തുടക്കത്തിൽ BJP എന്ന പാർട്ടി ശക്തമായിരുന്നില്ല. RSSൻ്റെ സഹായം ഒന്ന് ആവശ്യമായിരുന്നു. ആ കാലത്ത് നിന്ന് BJP വളർന്നു. ഇപ്പോൾ പാർട്ടി സ്വന്തം കാര്യം നോക്കാൻ പര്യാപ്തമാണ് എന്നായിരുന്നു നദ്ദ പറഞ്ഞത്. രാമക്ഷേത്രം 1989 രാഷ്ട്രീയ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് ഞങ്ങളുടെ അജണ്ടയിലും ഉണ്ടായിരുന്നു. മറ്റ് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലർ വികാരം കൊള്ളുകയും ആവേശത്തോടെ പ്രസംഗിക്കുകയും ചെയ്യും. ഞങ്ങളുടേത് വലിയ പാർട്ടിയാണ്. എല്ലാ നേതാക്കൾക്കും അവരുടേതായ പ്രസംഗ രീതിയുണ്ട്. മധുരയിലും കാശിയിലും ക്ഷേത്രം സ്ഥാപിക്കാൻ BJPക്ക് പദ്ധതിയില്ലെന്നുമാണ് ആ അഭിമുഖത്തിൽ നദ്ദ പറഞ്ഞത്. എന്തായാലും ഈ നദ്ദയുടെ പ്രസംഗം ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ചൂടേറിയ ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട്. മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ RSSനെ നിരോധിക്കുമെന്ന് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ പറഞ്ഞു. RSSൻ്റെ സഹായം ആവശ്യമില്ലെന്ന നദ്ദയുടെ വാക്കുകൾ പരാമർശിച്ചായിരുന്നു ഉദ്ധവിൻ്റെ മുന്നറിയിപ്പ്. BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ RSS പ്രവർത്തകർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നേരത്തെ സർദാർ പട്ടേൽ RSSനെ നിരോധിച്ചിരുന്നു. ഇത് വീണ്ടും ആവർത്തിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഉദ്ധവ് താക്കറെ എടുത്തു പറയുന്നത്. പ്രധാനമന്ത്രി RSS പരിപാടികളിൽ സ്ഥിരമായി പോകാറില്ലെങ്കിലും മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും മറ്റു മന്ത്രിമാരുമൊക്കെ ഈ പരിപാടികളിൽ കൃത്യമായി സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. മുതിർന്ന RSS നേതാക്കൾ BJPയുടെ സംഘടനാ തലപ്പത്തുണ്ടെന്ന വസ്തുതയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. RSSൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രങ്ങളുടെ അധിഷ്ഠിതമാണ് BJPയുടെ നയരൂപീകരണം. BJP RSS ബന്ധം ഈ നിലയിൽ തുടരുമോ എന്ന കാര്യത്തിൽ ചിലർക്കൊക്കെ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഈ നദ്ദയുടെ ഇത്തരത്തിലുള്ള ഒരഭിപ്രായം വന്നപ്പോൾ ആ സംശയം ഒന്നുകൂടി പ്രബലമായി മാറുന്നു ചിലരുടെ ഇടയിൽ. BJP മാതൃസംഘടനയായ RSSനേക്കാൾ ശക്തമാണെന്ന് പലർക്കും തോന്നിയേക്കാം. എന്നാൽ ഇക്കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വ്യക്തമായ ഒരു നിലപാടെടുക്കാൻ എളുപ്പം കഴിയുമെന്ന് തോന്നുന്നില്ല. സംഘപരിവാർ BJP തർക്കം രാജ്യത്തെയും ജനങ്ങളെയും എളിഭ്യരാക്കാനുള്ള ഒരു പോരാട്ടം മാത്രമാണോ എന്ന സംശയവും ചിലരുടെ ഇടയിൽ ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഒന്നിനൊന്ന് പൂരകമായിട്ടുള്ളതാണ്. എന്നാൽ ഇത് അധികാരം മുഴുവൻ BJP നേതൃത്വത്തിലെ നരേന്ദ്രമോദിയുടെ കയ്യിലാണ്. അധികാരം ആരെയും മത്തുപിടിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. RSS ഉയർത്തുന്ന നഗ്നമായ ഹിന്ദുത്വ അജണ്ടകൾ അതിനേക്കാൾ ഉറക്ക വിളിച്ചു പറയുന്നതും കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും BJP നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് എന്നാണ് ചിലരുടെ അഭിപ്രായം. രണ്ടാം ഘട്ടത്തിൽ അധികാരത്തിലെത്തിയത് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ RSSുമായിട്ടുള്ള ബന്ധം സുഖകരമല്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്.
1998 മുതൽ 2004 വരെ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ രാജേന്ദ്ര സിംഗും പിന്നീട് KS സുദർശനുമായിരുന്നു RSS തലവന്മാർ. പല വിഷയങ്ങളിലും ഭിന്നതകൾ ഉടലെടുത്തെങ്കിലും RSS നേതൃത്വവുമായി വാജ്പേയി സർക്കാർ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു. ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്തും ഇത്തരത്തിൽ ആശയവിനിമയം തുടർന്നു. എന്നാൽ രണ്ടാം മോദി സർക്കാർ ഈ രീതിയിൽ വലിയ മാറ്റം വരുത്തി. സർക്കാരിൻ്റെയും BJPയുടെയും നിയന്ത്രണം പൂർണ്ണമായും മോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ കീഴിലായി. RSSൻ്റെ സഹായമില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാമെന്ന വിശ്വാസത്തിലേക്ക് അവരെത്തി എന്നാണ് ചിലർ കാണുന്നത്. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, BJP സ്വതന്ത്രമായി നിൽക്കുന്നത് കാണാനാണ് RSS ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണല്ലോ ഇപ്പം ഒരു അമ്മയ്ക്ക് 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളും അവരവരുടേതായ രീതിയിൽ പ്രാപ്തിയിലെത്തുമ്പോഴാണ് ആ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം. അതുപോലെയാണ് ഇവിടെ RSSനും അത്തരത്തിലുള്ള ഒരു അഭിമാനത്തിലാണ് നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി RSS നേതൃത്വവുമായുള്ള അകൽച്ച കുറയ്ക്കാൻ മോദിയും അമിത്ഷായും ശ്രമം നടത്തിയിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. 5 വർഷം സ്വന്തം നിലയ്ക്ക് ഭരിച്ചവർ തെരഞ്ഞെടുപ്പിനെ ആ രീതിയിൽ തന്നെ നേരിട്ടോളാനായിരുന്നു RSSൽ ചിലരുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പല സ്ഥലത്തും RSSൻ്റെ അസാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, BJPക്കും RSSനും അകന്നു നിൽക്കാൻ എളുപ്പം സാധ്യമല്ല. RSS ഒരിക്കലും തന്നെ BJPയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ല. കേരളത്തിലെ BJP ഘടകം എന്ന് പറയുന്നത് തന്നെ RSSൻ്റെ തണലിലാണ് മുന്നോട്ട് പോകുന്നത്. അത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും നേതാക്കൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല RSS ആണ് ഭരണം നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. RSS ഓരോ സംഘടനകളെയും അതിൻ്റേതായ സ്വാതന്ത്ര്യത്തിൽ വിടുന്നു. അതിൻ്റേതായ ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എപ്പോഴും നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നദ്ദയുടെ പ്രസ്താവനയെ മറ്റു ചിലർ വളച്ചൊടിച്ചു എന്നുള്ളതാണ്. കാരണം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി BJP എന്നുള്ളതാണ്. മൂന്നാം വട്ടം നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് BJPക്കും RSSനും അകന്നു നിൽക്കാൻ എളുപ്പം സാധ്യമല്ല എന്ന് തന്നെ പറയാം.